പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. പരീക്ഷ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. എല്ലാവരും പഠനമൊക്കെ ഇതുവരെ എത്തി. നമ്മൾ മാതൃകാ ചോദ്യപേപ്പർ ചെയ്തിരുന്നു. രണ്ടാമത്തെ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത്. മറ്റുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഉപന്യാസ ചോദ്യമാണ്. 6 മാർക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഒരു പേജിലാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. മലയാളത്തിലെ പ്രിയങ്കരനായ എഴുത്തുകാരനായ MT വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് ഒരു ചെറുപുഞ്ചിരി. MT വാസുദേവൻ നായർ പത്രാധിപർ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം എന്നിവയും കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിൽ വൃദ്ധ ദമ്പതിമാരായ കുറുപ്പും അമ്മാളുവും തനിച്ച് ഒരു ഗ്രാമത്തിൽ താമസിക്കുകയാണ്. അവരുടെ മക്കളെല്ലാം ദൂരസ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. വിവാഹം കഴിച്ചു വിട്ടവരുമുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്ന കുറുപ്പും അയാളെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുന്ന അമ്മാളും കൂടിയുള്ള വാർദ്ധക്യകാല ജീവിതവും അവരുടെ സൗന്ദര്യ പിണക്കങ്ങളും പറയാതെ പറയുന്ന സ്നേഹവുമാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ മുരടനെന്ന് തോന്നിപ്പിക്കുന്ന കുറിപ്പിൽ ദയയുടെ കടലിരമ്പലുണ്ടെന്ന് ഈ ചിത്രം പലപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കണ്ണൻ എന്ന നിസ്സഹായനായ ബാലനെ പഠിപ്പിക്കുമ്പോഴും ജാനുവിന് ജോലി വാങ്ങിക്കൊടുക്കുവാൻ ശുപാർശ ചെയ്യുമ്പോഴും മാലതിയുടെ വിവാഹത്തിന് സഹായിക്കുമ്പോഴുമെല്ലാം ഈ സ്നേഹത്തിൻ്റെ അലതല്ലൽ നമുക്ക് കാണാൻ സാധിക്കും. ചെടികളോടും മരങ്ങളോടുമുള്ള കുറിപ്പിൻ്റെ സംഭാഷണവും അയാളുടെ സമഭാവനയാണ് വെളിവാക്കുന്നത്. യൗവനം ശരീരത്തിലല്ല മനസ്സിനാണ് എന്നതുകൊണ്ടാണല്ലോ കണ്ണൻ്റെ വിസലൂതി കളിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്. സ്വത്തെന്തെങ്കിലും എഴുതി വെക്കുമെന്ന് പ്രതീക്ഷിച്ച് മാത്രം തന്നെ നോക്കാനെത്തുന്ന സ്വന്തക്കാരിയെക്കുറിച്ച് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ ആ അനാഥത്വം നമുക്ക് ഉള്ളിൽ തന്നെ തട്ടുകയും ചെയ്യുന്നുണ്ട്. മലയാളിയുടെ കുടുംബജീവിതത്തിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വൈകാരിക മുഹൂർത്തങ്ങൾ ഈ സിനിമ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അമ്മാളു പറയുന്നത് എല്ലാ സ്ത്രീകളും പറയുന്നത് പോലെയല്ല. മാംഗല്യത്തോടെ മരിക്കുക എന്നത് അവരുടെയെല്ലാം പ്രാർത്ഥനയാണ്. എന്നാൽ കുറുപ്പിൻ്റെ രീതികൾ അമ്മാളുവിനോളം മറ്റാർക്കും അറിയില്ല. കഷ്ടപ്പെടാതെ പോയ ഭാഗ്യത്തിൽ അവർ ആശ്വാസം കൊള്ളുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഉന്നതമായൊരവസ്ഥയിൽ മാത്രമേ ഈ ചിന്ത ഉയരുകയുള്ളൂ. സദ്യയുണ്ട്. ഭാര്യയുടെ ഇല്ലത്തെ കല്യാണ ആലോചനയുടെ സത്യാവസ്ഥയറിഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഉച്ചയുറക്കത്തിൽ കുറുപ്പ് മരണം വരിക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ അഭിനയ പ്രതിഭ കൃഷ്ണക്കുറുപ്പിലൂടെ പുറത്തു വന്നപ്പോൾ ആ മഹാനടന് കേരള സർക്കാർ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നൽകി. അമ്മാളുവിൻ്റെ വേഷം നിർമ്മല ശ്രീനിവാസൻ ജീവസുറ്റതാക്കി. നാടകരംഗത്തെ വേണുക്കുട്ടൻ നായർ അവതരിപ്പിച്ച ഗോവിന്ദൻ, കണ്ണൻ്റെ വേഷമിട്ട വിഘ്നേഷ്, എഡിറ്റിംഗ് നിർവഹിച്ച ബീന പോൾ, സർവോപരി MTയുടെ തിരക്കഥയും സംവിധാനവും ഈ ചിത്രം നന്നാകാൻ പിന്നെ എന്തു വേണം? അടുത്ത ചോദ്യം, നിശബ്ദ വസന്തം അവതരിപ്പിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാം? അമേരിക്കൻ സമുദ്ര ജൈവശാസ്ത്രജ്ഞയും ഹരിത എഴുത്തുകാരിയുമായ റേച്ചൽ കേഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം പരിസ്ഥിതിയുടെ ബൈബിൾ എന്നാണ്
വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലെ DDT പ്രയോഗം മൂലം പരിസ്ഥിതിക്ക് സംഭവിച്ച പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ കൃതിയിൽ. തീയുറുമ്പുകളെ കൊല്ലുന്നതിനായി മാരകമായ വിഷമായ DDT വിമാനത്തിലൂടെ ജനവാസ കേന്ദ്രങ്ങളിൽ തളിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. എൽമ് മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. എന്നാൽ എൽമ് മരങ്ങളെ രക്ഷിക്കാനുമായില്ല, പ്രകൃതിക്ക് വിനാശവുമായി തീർന്നു ഈ മരുന്നുതള്ളി. ലേഖനം തുടങ്ങുന്നത് ഒരിടത്തും പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇനി ഒരിക്കലും പക്ഷികളുടെ ശബ്ദം തിരിച്ചു വരില്ലേ എന്ന ഒരു വീട്ടമ്മയുടെ കത്തിനെക്കുറിച്ചും പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ എൽമ് മരങ്ങളിൽ മരുന്ന് തളിക്കാൻ തുടങ്ങിയതോടെ പക്ഷിക്കൂട്ടങ്ങൾ അങ്ങാട് വരാതെയായി. നിരവധി കാർഡിനലുകൾ, ചിക്ഡീഡ്, നുതാച്ചസ് എന്നിവ വേനൽക്കാലത്തും കുഞ്ഞുങ്ങളുമായി എത്താറുള്ളതായിരുന്നു. അവർ സ്ഥാപിച്ച പക്ഷിക്കൂട്ടിൽ ഇന്ന് ഒരൊറ്റ കിളി പോലും വരുന്നില്ല. DDT പ്രയോഗം തന്നെയാണ് ഇതിന് കാരണം. ഫീൽഡ് നോട്ട് എന്ന ത്രൈമാസികയിൽ പറയുന്നത് അമേരിക്കയിൽ ഋതുവിൽ എത്തിച്ചേരുന്ന കുരുവികളൊന്നും തന്നെ എത്തുന്നില്ല എന്നാണ്. റോബിൻ കുരുവികൾ എത്തുന്നില്ല, ദേശാടന പക്ഷികളുടെ എണ്ണം കുറയുകയും ചെയ്തിരിക്കുന്നു. റോബിൻ കുരുവികളുടെ സംഘകാലത്തിനായി എല്ലാവരും കാതോർക്കുന്നു. എന്നാൽ തിരിച്ചു വരവില്ലാത്ത വിധം അവ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. എൽമ് മരങ്ങളുടെ അവസ്ഥയും ശോചനീയമാണ്. ആ മരങ്ങൾ രോഗത്തിന് അടിമയായിപ്പെട്ടിരിക്കുന്നു. മരങ്ങൾ നഷ്ടപ്പെടുകയും പക്ഷികൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യൻ തന്നെയാണ് പ്രധാന വില്ലൻ. അടുത്ത ഉപന്യാസ ചോദ്യം, ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള അധ്യയനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ നിലപാട് എന്തായിരുന്നു? അതായത് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ നിലപാടുകൾ എന്തൊക്കെ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഭാഷാനയം അവതരിപ്പിക്കുന്ന ലേഖനമാണ് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്നത്. ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താൽപ്പര്യം അന്ധവിശ്വാസമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്. മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ്. വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും. നാട്ടുഭാഷയുടെ വളർച്ചയെ ഇത് മുരടിപ്പിക്കും. കുട്ടികളുടെ ജന്മാവകാശത്തെ ഇത് അപഹരിക്കും. സ്വന്തം നാട്ടിൽ അവരെ ഒറ്റപ്പെടുത്തും. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കുന്നു എന്ന് ഗാന്ധിജി പറയുന്നു. സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താസൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമില്ല. ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം വേണമെന്ന നിർബന്ധം ഇന്ത്യയെ ബാധിച്ച അന്ധവിശ്വാസമാണ്. ഇന്ന് ഇന്ത്യ 50 കൊല്ലത്തേക്കാൾ പിറകിലാണ്. സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി കുറഞ്ഞു. ഇന്ത്യയുടെ മക്കളുടെ കരുത്തും ഇന്ന് കമ്മിയാണ്. ഇത് ഭരണരീതിയുടെ കുറവുകൊണ്ടല്ല, വിദ്യാഭ്യാസ രീതിയാണ് ഇതിന് കാരണം. ഇതര ഭാഷാ സാഹിത്യ കൃതികൾ നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം. ഈ വിവർത്തനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതിനെ ഒരു തൊഴിലാക്കി മാറ്റണം. സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം. അധ്യയനം മാതൃഭാഷയിലൂടെ മാത്രമാകണം എന്ന് ഗാന്ധിജി പറയുന്നു. ഇംഗ്ലീഷ് ഭാഷയോട് ഗാന്ധിജിക്ക് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. ഹരിജനിലെ പംക്തികൾ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയിരുന്നത്. നമ്മുടെ നാട്ടുഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം. അടുത്ത ചോദ്യം നോക്കാം. കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല, കാണുന്നതാണ് യാഥാർത്ഥ്യം എന്ന നിലപാടുറപ്പിക്കുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കെന്ത്? വിശദമാക്കുക. മലയാളത്തിലെ ഉത്തരാധുനിക കവിയാണ് KG ശങ്കരപ്പിള്ള. അദ്ദേഹം കൊച്ചിയിലെ വൃക്ഷങ്ങൾ, KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ, KGS കവിതകൾ,
നന്നങ്ങാടികൾ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നിങ്ങനെയുള്ള കവിതകൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ പാഠഭാഗം പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നതിലേതാണ് ചോദ്യഭാഗം? കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല. ദൃശ്യമാധ്യമത്തിൻ്റെ അതിപ്രസരത്തിൻ്റെ ഈ കാലത്ത് കാഴ്ചയാണ് പ്രാധാന്യം. കേൾവി ഒന്നും തന്നെ ഇവിടെയില്ല. പരസ്യ മോഡലായ പെൺകുട്ടി വെറും കാഴ്ച വസ്തുവായി മാത്രം മാറുന്നു. എൻ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്നവൾ ചോദിച്ചുവോ എന്ന് കവി സംശയിക്കുന്നതിലും കണ്ടതല്ലാതെ അവളെ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. വ്യക്തികൾ ശരീരങ്ങൾ മാത്രമായി മാറുന്നു. ദുഃസംസ്കാരത്തിൻ്റെ ദൂഷിത വലയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിലെ ഭാഗം കവിയായ കാമുകനോട് ഗ്രാമീണ കന്യകയായ കാമുകി ചോദിക്കുന്നു. വേറിട്ട് കേട്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ചങ്ങമ്പയുടെ വരികൾ ചൊല്ലി പാടത്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ ശബ്ദം വേറിട്ടു കേട്ടോ എന്നാണ് അവൾക്കറിയേണ്ടത്. ഇന്ന് പരസ്പരം മത്സരിക്കുന്ന വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിൻ്റെ വരികൾ വേറിട്ട് കേട്ടോ എന്നതാണ് ഇവിടുത്തെ സന്ദർഭത്തിൻ്റെ ആശയം. കമ്പോള സംസ്കാരത്തിന് അടിമപ്പെട്ട ആധുനിക സമൂഹത്തെ ബിംബസമൃദ്ധമായ ഭാഷയിൽ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാധ്യമങ്ങളും പരസ്യങ്ങളും സമൂഹത്തിൽ സൃഷ്ടിച്ച മാനസിക അടിമത്തത്തെയാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. സാമൂഹിക പരിവർത്തനത്തിൽ നിർണായകമായൊരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും പ്രതിലോമപരമായ പലതും സമൂഹത്തിൽ രൂപപ്പെടാൻ മാധ്യമങ്ങൾ ഇടയാക്കി. പലതരം ആഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ പ്രലോഭിച്ചു വീഴ്ത്തുന്ന ഒന്നായി ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. അവ പുതിയ ശീലങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. മൂല്യങ്ങൾ ക്ഷയിക്കുന്നു. അയൽക്കാരനെ കുശുമ്പോടെ നോക്കാൻ, മത്സരബുദ്ധിയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വഴി വന്നുകൊണ്ടിരിക്കുന്നു. ആധുനികത കൊണ്ടുവന്ന ഉയർച്ചകൾക്കൊപ്പം പ്രതിലോമകരമായ ധാരാളം ഘടകങ്ങളും ഇവിടെയുണ്ട് എന്ന് കവി പറയുന്നു. അടുത്ത ചോദ്യം, ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയുടെ സമകാലിക പ്രസക്തി ചർച്ച ചെയ്യുക എന്നതാണ്. നോക്കാം നമുക്ക്. പ്രശസ്ത കവി ONV കുറുപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. പ്രകൃതിയെ ഈ കവിതയിൽ അമ്മയായി സങ്കല്പിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ നാശം മനുഷ്യവർഗത്തിൻ്റെ നാശം കൂടിയാണ് എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനെ നവീനമായൊരു പാരിസ്ഥിതിക അവബോധത്തിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിത കൂടിയാണിത്. മനുഷ്യർ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ ഫലമായി ഭൂമി ആസന്ന മരണാവസ്ഥയിലാണ്. ഭൂമി മരിക്കുമ്പോൾ ചരമശുശ്രൂഷ ചെയ്യാൻ താൻ ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ് കവി തൻ്റെ ഹൃദയത്തിൽ ഇന്നേ ചരമഗീതം കുറിക്കുന്നത്. നാളെ മരണത്തിൻ്റെ കറുത്ത വിഷപുഷ്പം വിടർന്ന് ഭൂമി മരണപ്പെടുമ്പോൾ ഉദകം പകർന്ന് വിലപിക്കാൻ ഇവിടെ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് ഭൂമിക്ക് ആസന്നമായ മൃതിയിൽ ആത്മശാന്തി നേരുകയാണ് ONV കുറുപ്പ്. പ്രകൃതിയെ അമ്മ എന്ന് സങ്കല്പിച്ച് ചരമഗീതത്തിൻ്റെ പൈശാചിക ഭീകരതയിൽ മനുഷ്യവർഗത്തിൻ്റെ പരമമായ വിനാശത്തിൻ്റെ ചിത്രം ഈ കവിതയിൽ കാണാം. മുലപ്പാൽ കുടിച്ച് തൊഴുത്ത മക്കൾ അമ്മയുടെ മാറിടം മാന്തിപ്പൊളിച്ച് ചോര കുടിച്ച് മൃതിതാളത്തിൽ ആടിത്തിമിർക്കുന്ന ആസുരതയുടെ ചിത്രം ഇവിടെ കാണാം. ആ ഭൂഗോളത്തിൻ്റെ ഏത് മൂലയിലുള്ള മനുഷ്യനും ചിന്തിക്കാൻ വേണ്ടി കടുത്ത വർണ്ണങ്ങളിൽ വരച്ചു വച്ചിട്ടുള്ള ഒന്നാണ്. മക്കളാൽ അപമാനിക്കപ്പെട്ട അമ്മയാണ് ഭൂമി. ആണവായുധ ശേഖരവും പേറി സൗരമണ്ഡല പെരുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഈ ഭൂമിക്ക് അന്ത്യം സംഭവിക്കാം. ഭൂമിയോടൊപ്പം സർവ്വജീവജാലങ്ങളും ചാമ്പലാകും.
അതുകൊണ്ടാണ് കവി മുൻകൂട്ടി ചരമഗീതം തയ്യാറാക്കുന്നത്. പ്രകൃതി ചൂഷണത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച കവിതകളിലൊന്നാണ് ഭൂമിക്കൊരു ചരമഗീതം. എല്ലാം വിട്ടുപിടിക്കാനുള്ള മനുഷ്യൻ്റെ ഓട്ടത്തിൽ അവനും അവൻ്റെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതിയും ഇല്ലാതാവുമെന്ന ഭീതിയാണ് ഈ കവിത പങ്കുവെക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും എൻ്റെ ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.